പാറ്റാ സമരം പാളിയതിന് പിന്നാലെ നേരിട്ടിറങ്ങി രാഹുലും എംപിമാരും. പ്രധാനമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് പ്രതിഷേധം. അതീവ സുരക്ഷാ മേഖലയിൽ നാടകീയ രംഗങ്ങൾ. സുരക്ഷാ ഉദ്യോഗസ്ഥരെയും പോലീസിനെയും കയ്യേറ്റം ചെയ്ത കോൺഗ്രസ് എംപിമാർ. പാറ്റാ സമരം കലാപത്തിൽ കലാശിച്ചതോടെ അഭിജിത്ത് ദീപിയയും സംഘവും ഇന്നത്തെ പാർലമെന്റ് മാർച്ച് ഉപേക്ഷിച്ചിരുന്നു. ഇതോടെയാണ് യഥാർത്ഥ സ്പോൺസർമാർ കളത്തിൽ ഇറങ്ങിയത്. ആദർശാണ് ഡൽഹിയിൽ നിന്നും വിവരങ്ങൾ നൽകുവാനായി ചേരുന്നത്. ആദർശ, എന്തായാലും ഇപ്പോൾ തനി സ്വരൂപം പുറത്തു വരുന്ന തരത്തിൽ തന്നെയാണ് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. രാഹുൽ നേരിട്ടെത്തി സമരത്തിന് നേരിട്ടെത്തി വന്നതോടുകൂടി തന്നെ പ്രത്യക്ഷമായി തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു ആരാണ് ഈ കലാപശ്രമത്തിന് പിന്നിലെന്നത്. ആര്യശ്രീ, ആരാണ് ഈ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ സമരത്തിന് പിന്നിൽ എന്നുള്ളതിന് ഉത്തരമായിരിക്കുകയാണ്. കാരണം കഴിഞ്ഞ ദിവസം തന്നെ നമുക്കറിയാം, പ്രതിപക്ഷം സഭയ്ക്കുള്ളിലും പുറത്തുമൊക്കെ ഈ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ അവർ ഉന്നയിക്കുന്ന വിഷയങ്ങൾ ഏറ്റെടുക്കുകയും അവരുടെ സമരത്തെ പൂർണ്ണമായും പിന്തുണയ്ക്കുകയും ചെയ്തുകൊണ്ടുള്ള നിലപാടാണ് സ്വീകരിച്ചത്. ഇന്നിപ്പോൾ പ്രതിപക്ഷ എംപിമാർ അവർ പ്രധാനമന്ത്രിയുടെ വസതിയിലേക്ക് മാർച്ചുമായി എത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ കോക്രോച്ച് ജനതാ പാർട്ടിക്ക് പിന്നിൽ ആരാണ് എന്നുള്ളത് ഇപ്പോൾ വ്യക്തമായിരിക്കുന്നത്. ഈ പോലീസിനെ ആക്രമിക്കുക എന്നുള്ളത് കോക്രോച്ച് ജനതാ പാർട്ടി അവർ പലയിടങ്ങളിലും ആ ഒരു തന്ത്രം കഴിഞ്ഞ ദിവസം തന്നെ പുറത്തെടുത്തിരുന്നു. ഇപ്പോൾ പ്രതിപക്ഷ എംപിമാരുടെ നേതൃത്വത്തിൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി നയിക്കുന്ന മാർച്ച് പ്രധാനമന്ത്രിയുടെ വസതിയിലേക്ക് നടക്കുമ്പോഴും അവർ ആ അക്രമ പ്രവർത്തനങ്ങളിൽ നിന്ന് പിന്മാറിയിട്ടില്ല എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്. കാരണം ഈ സുരക്ഷാ ഉദ്യോഗസ്ഥരെ ആക്രമിക്കുന്നു, അതീവ സുരക്ഷാ മേഖലയിലേക്ക് കടക്കുന്നു, അവിടെ വലിയ ഒരു പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കുന്നു. ആ രീതിയിൽ രാജ്യ തലസ്ഥാനത്ത് അരാജകത്വമാണ് അരങ്ങുവാഴുന്നതെന്ന് വരുത്തി തീർക്കുവാനുള്ള ഒരു ശ്രമം തന്നെയാണ് കോക്രോച്ച് ജനതാ പാർട്ടിയുടെ ബാനറിൽ പ്രതിപക്ഷ പാർട്ടികൾ നടത്തിയത്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമായി തന്നെ ഈ പ്രധാനമന്ത്രിയുടെ വസതിയിലേക്ക് പ്രതിപക്ഷ പാർട്ടികൾ നടത്തിയിരിക്കുന്ന ഈ ഒരു മാർച്ച് മാറിയിരിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. എന്തായാലും ഇപ്പോൾ ഈ സുരക്ഷാ മേഖലയിലേക്ക് മാധ്യമങ്ങൾ ഉൾപ്പെടെ കടക്കുന്നതിനെ പോലീസ് തടഞ്ഞിരിക്കുകയാണ്. ഒപ്പം തന്നെ ഈ അക്രമം അഴിച്ചുവിട്ട എംപിമാരെ അവിടെ നിന്ന് അറസ്റ്റ് ചെയ്ത് നീക്കുന്നതിനുള്ള നടപടികളിലേക്കും പോലീസ് കടന്നിരിക്കുകയാണ്. കൊടിക്കുന്നിൽ സുരേഷ്, ഡീൻ കുര്യാക്കോസ് അടക്കമുള്ള കോൺഗ്രസിൻ്റെ എംപിമാരെ ഇതിനോടകം തന്നെ ഈ മാർച്ച് നടത്തുന്ന സ്ഥലത്ത് നിന്ന് പോലീസ് നീക്കിയിട്ടുണ്ട്. വലിയ ബലപ്രയോഗത്തിലൂടെയാണ് കോൺഗ്രസിൻ്റെ നേതാക്കളടക്കമുള്ള എംപിമാരെ ഇവിടെ നിന്ന് പോലീസ് മാറ്റിയിരിക്കുന്നത്. എന്തായാലും ഈ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ ബാനറിൽ രാജ്യത്ത് അരാജകത്വം സൃഷ്ടിക്കുന്നതിൻ്റെ പിന്നിൽ ആരായിരുന്നു എന്ന് തന്നെ വ്യക്തമാക്കുന്നതാണ് ഈ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ നടക്കുന്ന ഈ ഒരു സമര നാടകം. മാത്രമല്ല, വലിയ അക്രമം രാജ്യതലസ്ഥാനത്ത് അഴിച്ചുവിടുക എന്നത് ഈ പ്രതിപക്ഷ പാർട്ടികളുടെ ഒരു അജണ്ടയാണ്. അവർ ആ അജണ്ടയ്ക്ക് അനുസരിച്ചുള്ള പ്രവർത്തനം നടത്തിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഈ സംഭവങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത്. കഴിഞ്ഞ ദിവസം കോക്രോച്ച് ജനതാ പാർട്ടി പാർലമെൻറ്റ് മാർച്ച് പ്രഖ്യാപിച്ചുകൊണ്ട് രാജ്യതലസ്ഥാനത്ത് വിവിധ ഇടങ്ങളിൽ അവരുടെ ഈ പാർലമെൻറ്റിലേക്ക് മാർച്ച് നടത്തുക, പാർലമെൻറ്റിനുള്ളിലേക്ക് കയറുക എന്ന ലക്ഷ്യത്തോടു കൂടി അക്രമം അഴിച്ചുവിട്ടിരുന്നു. ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് രാഹുലിൻ്റെ നേതൃത്വത്തിൽ പ്രതിപക്ഷ എംപിമാർ തന്നെ കളത്തിലിറങ്ങിയിരിക്കുകയാണ്. പാർലമെൻറ്റിനുള്ളിലും പുറത്തും അവർ ഈ നീറ്റ് വിഷയത്തിൽ വലിയ പ്രതിഷേധം നടത്തിക്കൊണ്ട് രാജ്യത്തെ ജനാധിപത്യ സംവിധാനത്തെ ആകെ വെല്ലുവിളിക്കുന്ന തരത്തിലേക്ക് ഈ കാര്യങ്ങൾ കൊണ്ടുചെന്നെത്തിച്ചിരിക്കുകയാണ്. ആര്യശ്രീ, തീർച്ചയായും നമുക്ക് കഴിഞ്ഞ ദിവസം ഏതാണ്ട് 6 മണിക്കൂർ നീണ്ട കലാപങ്ങളൊക്കെ നമ്മൾ തത്സമയം പ്രേക്ഷകരിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അവിടെയും നമ്മൾ കണ്ടത് ബൃന്ദ കാരാട്ട് ഉൾപ്പെടെ ഉള്ള പ്രധാന ദേശീയ നേതാക്കൾ, ഇടത് പക്ഷത്തു നിന്നുള്ള പ്രധാന നേതാക്കൾ ഉൾപ്പെടെ സമരപക്ഷത്ത് ഇറങ്ങി അവർക്കൊപ്പം നിൽക്കുന്നത് നമ്മൾ കണ്ടതാണ്. അതിൽ നിന്നെല്ലാം കൃത്യമായി വായിച്ചെടുക്കാൻ സാധിക്കുന്നത് ഇന്ത്യ സഖ്യം തന്നെയാണ് ഈ കലാപത്തിന്, ഈ കോക്രോച്ച് ജനതാ പാർട്ടി എന്നുള്ള ലേബലിൽ കലാപത്തിന് നേതൃത്വം നൽകുന്നത്, അല്ലെങ്കിൽ പിന്നിൽ നിന്ന് എല്ലാത്തരം ഗൂഢാലോചനയും സഹായവും നൽകുന്നത് എന്ന് വീണ്ടും ആവർത്തിച്ച് ഉറപ്പിക്കുന്ന തരത്തിൽ തന്നെയല്ലേ ഈ ഒരു സംഭവത്തോടുകൂടി മനസ്സിലാകുന്നത്? തീർച്ചയായും അങ്ങനെ തന്നെയാണ്. കാരണം ഈ രാജ്യത്തെ പ്രതിപക്ഷത്തെ നയിക്കുന്ന ഇന്ത്യ സഖ്യം, പ്രത്യേകിച്ച് കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ഈ ഇന്ത്യ സഖ്യത്തിന് അവരുടെ ബാനറിൽ അവരുടെ പാർട്ടിയുടെ കൊടികൾ ഉപയോഗിച്ചുകൊണ്ട് ജനാധിപത്യപരമായ രീതിയിൽ ഒരു സമരം നടത്തുന്നതിനോ ഒരു വിഷയം ഉയർത്തി പ്രതിഷേധിക്കുന്നതിനോ ഒന്നും കഴിവില്ല എന്നുകൂടി വ്യക്തമാക്കുന്നതാണ് ഇത്തരം ഈ ഒരു സമരം. ഇത് കോക്രോച്ച് ജനതാ പാർട്ടി എന്ന് പറയുന്ന അരാഷ്ട്രീയവാദത്തിൻ്റെയും അരാജകത്വവാദത്തിൻ്റെയും ഒക്കെ രൂപമായ ഒരു സംവിധാനം സമൂഹ മാധ്യമങ്ങളിൽ
പ്രചാരണം നടത്തിക്കൊണ്ട് അവർ സൃഷ്ടിച്ചെടുക്കുന്നു. തൊട്ട് പിന്നാലെ തന്നെ ആ കോക്രോച്ച് ജനതാ പാർട്ടിയെ ഉപയോഗിച്ച് ജന്തർ മന്ദറിൽ സമരം നടത്തുന്നു. ആ സമരത്തിന് നിരാഹാരം അനുഷ്ഠിക്കുന്നതിന് വേണ്ടി ലഡാക്കിൽ നിന്ന് സോനം വാങ്ചൂക്ക് എത്തുന്നു. ഇങ്ങനെ നരേന്ദ്രമോദിയുടെ വിമർശകരെ ചില വിദേശത്തു നിന്നടക്കം ഫണ്ടിങ് കിട്ടുന്ന ചില NGO-കളുമായി ബന്ധമുള്ളവരെ ഒക്കെ ഇതിൽ പങ്കെടുപ്പിക്കുന്നു. ആ രീതിയിൽ ഈ കോക്രോച്ച് ജനതാ പാർട്ടി ഈ സമരത്തെ മാറ്റിയെടുക്കുകയും ആ സമരത്തിന് ഒടുവിൽ എല്ലാ പിന്തുണയും നൽകിക്കൊണ്ട് പ്രതിപക്ഷമായ കോൺഗ്രസ് നയിക്കുന്ന ഇന്ത്യ സഖ്യം തന്നെ കളത്തിലിറങ്ങുകയും ചെയ്യുന്നു. നേരത്തെ ഇടത് വിദ്യാർത്ഥി സംഘടനകളെ പൂർണ്ണമായും ഈ സമരത്തിന് വേണ്ടി അണിനിരത്തിയിരുന്നു. ഇപ്പോൾ കോൺഗ്രസ് അടങ്ങുന്ന പ്രതിപക്ഷ സഖ്യം ഇന്ത്യ സഖ്യം തന്നെ രംഗത്തിറങ്ങുകയും അവർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വസതിയിലേക്ക് മാർച്ച് നടത്തുകയും ചെയ്യുന്നു. കഴിഞ്ഞ ദിവസം ഈ അതിക്രമം നടത്തിയവർക്കെതിരെ ഡൽഹി പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ ലാത്തി ചാർജ് അടക്കമുള്ള കാര്യങ്ങളിൽ പോലീസിനെയും കേന്ദ്ര സർക്കാരിനെയും വിമർശിക്കുന്ന സമീപനം സ്വീകരിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി ഇപ്പോൾ ആവശ്യപ്പെടുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ രാജിയാണ്. കാരണം കൃത്യമായിട്ട് എന്താണ് രാഹുൽ ഗാന്ധിയുടെ മനസ്സിലിരിപ്പ് എന്നുള്ളത് വ്യക്തമാക്കുന്ന ഒരു സമീപനം തന്നെയാണ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നും വന്നിരിക്കുന്നത്. എന്തായാലും ഈ ഒരു സമരം കോക്രോച്ച് ജനതാ പാർട്ടിയെ ഉപയോഗിച്ച് ഈ ഒരു സമരം സൃഷ്ടിക്കുകയും ഇത് നടത്തുകയും ചെയ്തത് കോൺഗ്രസ് തന്നെയാണെന്ന് ഇതിൽ നിന്നെല്ലാം വ്യക്തമായിരിക്കുകയാണ്. എന്തായാലും രാഹുലിനൊപ്പമുള്ള MP-മാരുമൊക്കെ അതീവ സുരക്ഷാ മേഖലയിലേക്ക് കടന്നെത്തുകയും അവിടെ വലിയ അക്രമം അഴിച്ചുവിടുകയും സുരക്ഷാ ഉദ്യോഗസ്ഥരെയും പോലീസിനെയും ദ്രുതകർമ്മ സേനാംഗങ്ങളെയും ഒക്കെ മർദ്ദിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്തതോടെയാണ് അവർ MP-മാരെ ഉൾപ്പെടെയുള്ളവരെ കസ്റ്റഡിയിലെടുത്ത് അവിടെ നിന്ന് മാറ്റുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുകയും ചെയ്തത്. ആര്യശ്രീ, ആദർശ, മറ്റൊരു കാര്യം കൂടി ചോദിക്കാനുള്ളത്, കഴിഞ്ഞ ദിവസം JP നഡ്ഡയുമായി ചർച്ച നടന്നു എന്ന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഈ വിഷയത്തിൽ എന്ത് തരത്തിലുള്ള പ്രതികരണമാണ് വരുന്നത്? ആര്യശ്രീ, കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഈ നീറ്റ് വിഷയത്തിലുള്ള നിലപാട് കൃത്യമായി തന്നെ നേരത്തെ കേന്ദ്ര സർക്കാരും ഇന്ന് ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെ MP-മാരുടെ യോഗത്തിൽ സംസാരിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും തന്നെ ഈ വിഷയത്തിലുള്ള നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് 13 പേർ അറസ്റ്റിലായിട്ടുണ്ടെന്നും ഇതുമായി ബന്ധപ്പെട്ട് ഭാവിയിൽ ഇത്തരത്തിലുള്ള ക്രമക്കേടുകളൊന്നും തന്നെ ആവർത്തിക്കാതിരിക്കുന്നതിനുള്ള നടപടികൾ എടുക്കുകയാണെന്നും കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. എന്നിട്ടും എന്തുകൊണ്ട് ഈ സമരം തുടരുന്നു എന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. കഴിഞ്ഞ ദിവസം തന്നെ ഈ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ 2 വക്താക്കൾ അവർ കേന്ദ്രമന്ത്രി JP നദ്ദയുമായി കൂടിക്കാഴ്ച നടത്തുകയും അവരുടെ ആവശ്യങ്ങൾ അടങ്ങുന്ന നിവേദനം നൽകുകയും ചെയ്തിരുന്നു. 10 മിനിറ്റാണ് ഈ കൂടിക്കാഴ്ച നീണ്ടുനിന്നത്. എന്തായാലും ഇത്തരത്തിൽ കേന്ദ്ര സർക്കാർ ചർച്ചകളോട് സഹകരിക്കും.